അപ്പോ ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രം അമ്മായിയമ്മ, നാത്തൂന്, അനിയൻ, ചേട്ടൻ, അയൽക്കാര്, കുടുംബക്കാര്, ഇത്തരം ഇതിഹാസ കഥാപാത്രങ്ങളുണ്ട്. ഇവർക്കൊക്കെ കുറേ വിശദീകരണം കൊടുക്കണം. നീ എവിടെ പോയിരുന്നു, എന്നാലും ആ പറഞ്ഞത് നീ ശരിയായില്ലാട്ടാ, ആ ചെയ്തത് നീ ശരിയായില്ലാട്ടാ. ഇങ്ങനെ ഇവള് സ്വാതന്ത്ര്യം ആർജിച്ചെടുക്കാൻ ശ്രമിച്ചാൽ പോലും അടുക്കള മുതൽ ഇവളുടെ കിടപ്പറയ്ക്കകത്തു വരെ ഒരുപാട് ആളുകൾ വിലങ്ങ് തടികളായും അഭിപ്രായങ്ങളുമായും വരും. അവിടെയാണ് ഒരു മുസ്ലിം സ്ത്രീ കേരള സ്ത്രീ ആകേണ്ടത്, ഭാരത സ്ത്രീ ആകേണ്ടത്. ഒരു ദിവസം അടുക്കളയ്ക്കൊന്ന് ലീവ് കൊടുക്കാൻ പറ്റുമായിരുന്നോ പണ്ട്? ഇന്ന് പറ്റും കേട്ടോ. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ശരി. ഒരു പാട്ടുണ്ടല്ലോ നമ്മുടെ കൊല്ലം ഷാഫിയുടെ, ഞാനെത്തും മണിയറയിൽ, അല്ല ഞാനെത്തും മുമ്പ് മണിയറയിൽ അവളെത്തും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട്. അങ്ങനെ ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനോട് ഒരു സെക്ഷുവൽ ഇംപ്രഷൻ കൂടുതൽ കാണിച്ചാൽ പോക്കാണല്ലോ എന്ന് ചിന്തിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല. പെണ്ണിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അയ്യേ, നിന്റെ ശരീരത്തിന്റെ ആ ഭാഗം ഈ ഭാഗവും കാണുന്നു, ഇതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയാൻ ഇന്ന് പെണ്ണ് പഠിച്ചു. പെണ്ണ് ചീത്ത പറയാൻ പാടില്ല. പെണ്ണിനെ ആർക്ക് വേണമെങ്കിലും ചീത്ത പറയാം. അയ്യോ, അത് സദാചാര ലംഘനമാണ്. അതെന്താ പുരുഷന് മാത്രം വിളിക്കാനുള്ളതാണോ തെറി? നമ്മൾ വിളിച്ചാൽ എന്ത് സംഭവിക്കും? അത് ശരിയല്ല, എന്തൊക്കെയോ ഒരു ശരികേടില്ലേ എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ ഓക്കെ. അതല്ലാതെ ഒരു അലിഖിത നിയമമൊന്നും നമ്മുടെ തലയിൽ ആർക്കും കെട്ടിവെക്കാനൊന്നും പറ്റില്ല. ഇങ്ങോട്ടൊരു ചീത്ത പറഞ്ഞാൽ അയ്യോ അവള് തെറി പറഞ്ഞു കേട്ടാ എന്ന് പറയുന്ന ഒരു രീതി ഒന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഡാഷേ എന്ന് വിളിച്ചാൽ നീ പോടാ ഡാഷേ. ആ കാലഘട്ടത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അങ്ങനെ എത്രയൊക്കെയോ വീഡിയോകൾ വൈറലായിട്ടില്ലേ പെൺകുട്ടികൾ തെറി പറഞ്ഞിട്ട്. ആൺകുട്ടികൾ തെറി പറഞ്ഞാൽ അവ നല്ല നല്ലോണം കൊടുത്തു കേട്ടാ. പെണ്ണ് പറഞ്ഞാലോ, പെണ്ണിനെ അങ്ങനെ ഒരു അടുക്കളയിലെ ശമ്പളമില്ലാത്ത ഒരു അടുക്കളക്കാരിയാക്കി, ഒരു വാഷിംഗ് മെഷീനാക്കി, ഒരു പേറിയന്ത്രമാക്കി, ഒരു വാക്യൂം ക്ലീനറാക്കി ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, കറിക്കൊരൽപ്പം ഉപ്പ് കൂടിപ്പോയാൽ എടുത്ത് മുഖത്ത് അടിക്കുക, എറിയുക, ഷർട്ട് കഴുകി വെളുത്തില്ല ഉടനെ അടി, അയാളുടെ അടിവസ്ത്രം വരെ സന്തോഷത്തോടെ കഴുകി അയാൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ബ്രഷ്, പേസ്റ്റ്, തോർത്ത്, സോപ്പ്, ജെട്ടി, പാന്റ്, ഷൂ, സോക്സ്, കഴിക്കാൻ ഭക്ഷണം ടേബിളിൽ കൊണ്ടുവച്ചാൽ പോരാ, പാത്രത്തിൽ എടുത്ത് തന്നെ വെച്ചു കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഈ കാലഘട്ടങ്ങളല്ല ഇപ്പോ. പുരുഷൻ ചെയ്യുന്ന എല്ലാ ജോലികളും ഇങ്ങേയറ്റം തെങ്ങ് കയറ്റം ഉൾപ്പെടെ സ്ത്രീകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീക്കും പുരുഷൻ, ചേകനൂർ മൗലവി പറഞ്ഞു, അനന്തരാവകാശം ചർച്ച ചെയ്യുന്ന സമയത്ത് പുരുഷന് ഇരട്ടി വേണം സ്ത്രീയെക്കാട്ടില്. പുരുഷന് കൊടുക്കുന്ന അനന്തര സമ്പത്തിന്റെ പകുതിയെ സ്ത്രീക്കുള്ളൂ. ചേകനൂർ മൗലവി പറഞ്ഞത് ഏതുവരെയാണെന്നറിയാമോ? എന്തർത്ഥവത്തായ വാക്കുകളാണ് ആ മനുഷ്യൻ പറഞ്ഞു എന്ന് നോക്കൂ. പെണ്ണ് ആണിനൊപ്പം കലപ്പയെടുത്ത് പാടത്തിറങ്ങി പണിയെടുക്കുന്നതുവരെ പെണ്ണിന് പകുതി മതി. അത് കഴിഞ്ഞാൽ പെണ്ണിന് ഈക്വലാ. കാരണം പെണ്ണും പണിയെടുക്കാൻ തുടങ്ങിയല്ലോ. മനസ്സിലായോ? ഇങ്ങനെ ഭർത്താവിന്റെ സേവകരായി, അടിമകളായി, വേലക്കാരികളായി, വെറും പേറിയന്ത്രമായി മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ വന്ന് ഉസ്താദുമാര് വന്ന് വീമ്പളക്കുക. ഞങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എന്ന്. സ്ത്രീക്ക് ഒരു ഭരണാധികാരിയാകാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ? AP പറഞ്ഞത് കേട്ടില്ലേ? പ്രവാചകൻ പറഞ്ഞതാ. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സ്ത്രീ ഭരണാധികാരിയായി വന്നാൽ ആ സമൂഹം മുടിഞ്ഞു പോകും, ആ സമൂഹം ഗതി പിടിക്കത്തില്ല. മനസ്സിലായ? അപ്പൊ സ്ത്രീക്ക് വിധികർത്താവാകാൻ പറ്റില്ല, ഭരണാധികാരിയാകാൻ പറ്റില്ല, പ്രവാചകനാകാൻ പറ്റില്ല, മുക്രിയാകാൻ പറ്റില്ല, പങ്കുളിക്കാൻ, കുത്തുബ ചൊല്ലാൻ പറ്റില്ല, ഖത്തീബ്. ഇതൊക്കെ റിസർവ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിലെ മുസ്ലിം പുരുഷന്മാർക്ക് മാത്രമാണ്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കിതാബ് എന്ന് പറഞ്ഞൊരു നാടകം റഫീഖ് മംഗലശ്ശേരി സംവിധാനം ചെയ്ത് കുട്ടികൾ സംസ്ഥാനത്ത് കളിക്കാൻ പോയ സമയത്ത് സമ്മതിക്കാതിരുന്നത് എന്താ പെണ്ണുങ്ങൾ പങ്കുവിളിച്ചാൽ ഈ ഒരു പരാമർശം അതിനകത്ത് വന്നു പോയി. സ്വർഗത്തിൽ ഇവർക്ക് പുരുഷന്മാർക്ക് ഹൂറികളുണ്ട്, എന്താ ഞങ്ങൾക്ക് ഹുറന്മാരില്ലാത്തതെന്ന് ചോദിച്ചു പോയി. എന്താ ഞങ്ങൾക്ക് പങ്കുവിളിക്കാൻ പാടില്ല? അങ്ങനെയൊക്കെ മതത്തിൽ ചോദിക്കാൻ പാടുണ്ടോ? മുസ്ലിം സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും പറ്റില്ല ഇസ്ലാമിക നിയമപ്രകാരം. അതാ ഞാൻ പറഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞത് മുസ്ലിം സ്ത്രീക്ക് വിദ്യാഭ്യാസമുണ്ട്, അതിന് അതിർ വരമ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ അതിർ വരമ്പുകളാണിത്. പാപ്പ, കൊച്ചാപ്പ, മൂത്താപ്പ, അവരുടെ മക്കള്, ആങ്ങളമാര്. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളോടൊപ്പം മാത്രമേ സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പാടുള്ളൂ. പുരുഷൻ എവിടെയും പോകാം. പുരുഷൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും വേണ്ട. എവിടെയും പോകാം. ചെളി കാണുന്നിടത്ത് ചവിട്ടാം, വെള്ളം കാണുന്നിടത്ത് കഴുകാം, ഒരു കുഴപ്പമില്ല. സ്ത്രീകൾക്കു മാത്രമാണ് ഈ മതം അടിച്ചമർത്തലുകൾ പ്രദാനം ചെയ്യുന്നത്. മതം വിഴുങ്ങിയവർ ഇന്ന് കുറവാണ്. എല്ലാവരും വെറുത്തു, സംശയമില്ല. മതത്തിൽ നിന്ന് പുറത്തു വരാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ID പ്രൂഫിൽ നിന്നൊക്കെ മതം എടുത്തു കളയാൻ എന്താ ചെയ്യേണ്ടത്? അതിനൊക്കെ സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അജാസ് മൊയ്തീൻ, നിനക്ക് പറ്റിയ പണി പറഞ്ഞു തരാം. ആ പണിയാണോ മോനെ ഉമ്മ ചെയ്യുന്നത്? ജ്യൂസ് കാണിച്ചു തരുമോ എന്ന്. ഉമ്മ അടുക്കളയിൽ ഉണ്ടാകൂടാ, പോയി പൊക്കി നോക്കുക. എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഉമ്മ തന്നെ കാണിച്ചു തരില്ലേ? ഉമ്മ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വെപ്രാളപ്പെട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് രേഷ്മ മനോജ്, രേഷ്മ കയറി വന്നിരുന്നത് രേഷ്മയുടെ കെട്ടിയോന്റെ വീടായത്. പോടി ഇടുന്നു, പോയി വല്ല തൊഴുത്തിലും പോയി നിൽക്കടി. പോ, ഏതെങ്കിലും മുറിയന്മാര് വന്നിട്ട് കൃഷി ചെയ്യട്ടെ നിന്നെയൊക്കെ. പോയിക്കാം. ശരിയാണ് കേട്ടോ. അടുത്ത കോമഡി, പുറത്ത് വിശ്വാസം കുറെ കാണിക്കും, എന്നിട്ട് ലോക ഉടായ്പുമായിട്ട്. സംശയമില്ല കേട്ടോ, ചില ആളുകൾ അങ്ങനെയാ. ഈ സമൂഹത്തിൽ ജീവിച്ചു പോകാനേ സത്യസന്ധരായിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടാലും തൽക്കാലം അവരെന്ത് ചെയ്യും? തൽക്കാലം അഭിനയിച്ചങ്ങ് മുന്നോട്ട് പോകാം. കാരണം ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാ. ഈ മതത്തെ വിമർശിക്കുകയോ ഈ മത നിയമങ്ങൾ ലംഘിക്കുകയോ ഈ മത നിയമങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുകയോ ചെയ്താൽ ഈ സമൂഹത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പോകാൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പുരുഷന് 4 വിവാഹം വരെ കഴിക്കാം മുസ്ലിം ആണെങ്കിൽ. പുരുഷൻ ഏതെങ്കിലും 4 ഭാര്യമാരുണ്ടെന്ന് വിചാരിച്ചോ. വേറെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ പോയാൽ അവന്റെ കഴപ്പാണെന്ന് ആരും പറയില്ല. ആരും പോരാ, 4 വിടക്കുകളാ. അതുകൊണ്ടാണല്ലോ അവൻ 5ാമത് ഒന്നിന്റെ പിന്നാലെ പോയത്. അങ്ങനെയായിരിക്കും പറയാ. ഇനി ഒരു ഭാര്യയേ ഉള്ളൂ, അവൻ ഏതെങ്കിലും പെണ്ണിന്റെ പിന്നാലെ പോയി എന്ന് വിചാരിക്കാം. ഒരു വ്യഭിചാരത്തിന് അവനെ പിടിച്ചു. അപ്പൊ എന്താ പറയാന്നറിയാമോ? അവള് പോരായിട്ടാ. അവളെ അവന്റെ ഇഷ്ടത്തിനൊന്നും നിൽക്കുന്ന ആളല്ല. അവക്ക് വല്ലവനും കാണും. അതുകൊണ്ട് ഇവന് വേണ്ടതൊന്നും അവള് സമ്മതിച്ചു കൊടുക്കുന്നുണ്ടാവൂല. അതുകൊണ്ടാണ് പോയത്. അവള് പോയാലോ എന്തു പറയും? കണ്ടോ, നല്ല ഒരു അമ്പോറ്റി പയ്യൻ, അധ്വാനിച്ച് കുടുംബം നോക്കുന്ന ഒരു പയ്യൻ. അല്ലാ, അവക്കിത് എന്തിന്റെ കഴപ്പാ റബ്ബേ. അവള് പോയല്ലോ. ഇവളെയൊക്കെ കുടുംബത്തേക്ക് ഏറ്റരുത്, ഇവളെയൊക്കെ വച്ചുകൊണ്ടിരിക്കരുത്. അതെന്താ നമ്മുടെ നാടിന്റെ പൊതുബോധം അങ്ങനെ? പെണ്ണ് പിഴച്ചാൽ അരക്കേടും ആണ് പിഴച്ചാൽ മുഴുക്കേടും എന്ന് പറയാൻ എന്താ ഇവർക്ക് പറ്റാത്തത്? ഇവർ പറയാറുള്ളത് ആണ് പിഴച്ചാൽ അരക്കേടും പെണ്ണ് പിഴച്ചാൽ മുഴുക്കേടും എന്നാണ്. ആ ഒരു പൊതുബോധമൊക്കെ ഇന്നതൊന്നും നടപ്പിലാകത്തില്ല. ഇപ്പോ ഒരു പുരുഷൻ വീട്ടിൽ വന്നു ജോലിയൊക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ അവൾ ആർക്കോ ഫോൺ ചെയ്യണത് പോലെ തോന്നി. ശരി, ഫോണ് വാങ്ങി പരിശോധിച്ചു, ആരോടോ ചാറ്റ് ചെയ്യുന്നു. മനസ്സിലായി ഇവളാള് പോക്കാണെന്ന് പറഞ്ഞു. അയാൾക്ക് മനസ്സിലായി. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അവളെ എടുത്തിട്ട് അവൻ നല്ല 4 പെടയ്ക്കുന്നു. അവളുടെ വീട്ടുകാരെ വിളിക്കുന്നു, കൊണ്ടുപോയിക്കോ, തൊലാഖ്,
കഴിഞ്ഞു കച്ചവടം. തിരിച്ചാണെങ്കിലോ നിങ്ങൾ പറയണം അഭിപ്രായം. അതിനാണല്ലോ ലൈവിൽ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനും കഴിയണം. അതിനാണ് നമുക്ക് ലൈവ് വെച്ചിരിക്കുന്നത്. അപ്പോ മനസ്സിലായോ? ഒരു പെണ്ണാണ് പുരുഷൻ ആ രൂപത്തിൽ ചാറ്റ് ചെയ്യുന്നതും അയാൾക്ക് എന്തോ ഒരു അലിഗേഷൻ, വേറൊരു ബന്ധമുണ്ട്, ഒരു അവിഹിതമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിൽ ഈ പെണ്ണ് ഇയാളെ ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുമോ? വല്ല മാർഗവുമുണ്ടോ? ശ്രീജിത്ത് എന്നൊക്കെ പറയുന്നത് ശരിക്കും മുസ്ലിങ്ങളാ. അവരുടെ അക്ഷരത്തെറ്റ് കണ്ടാൽ അറിയാം. ശരിക്ക് ഇവർക്ക് ചീത്ത പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ID ഇവരെ ബ്ലോക്ക് ചെയ്യുമ്പോഴേ ഇവരടുത്ത IDയും കൊണ്ട് വരുന്നതാണ് ഈ തെറി വിളിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതൊന്നും അല്ല. ഇപ്പോ നാസർ നിങ്ങൾ നോക്കിക്കോ. നീ അല്ലേ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം? ആ അക്ഷരത്തെറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്കിക്കോ. നീ വരുന്നോ നിന്റെ പിന്നാപ്പുറത്ത് കളിക്കാൻ? എങ്ങനെയുണ്ട്? ഉമ്മായെ കളിച്ചു മടുത്തു, പെങ്ങളെയും കളിച്ചു മടുത്തു. മോള് ചെറുതായിരിക്കും, തുടക്കം മുതലേ കളിക്കുന്നുണ്ടാവും. ഇനി പുറത്തുനിന്നുള്ളവരെ, നബിയും അങ്ങനെ തന്നെ ആയിരുന്നു. കെട്ടിയത് കഴിഞ്ഞു, ദാനം കിട്ടിയതും കഴിഞ്ഞു, അവിടെ നിന്ന് അടിമ സ്ത്രീകളുണ്ട് അവരെ പിടിച്ചുകൊണ്ട് വന്നതും കഴിഞ്ഞു. പിന്നെ പുറത്തേക്ക് പോയി കയറ് പൊട്ടിച്ച്. ആ നബിയുടെ അനുചരന്മാര് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാകുള്ളൂ. ശ്രീജിത്തെ ഉമ്മായെ പോയി കൊലിച്ച് നിർത്തേട്ടെ, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അതാകുമ്പോൾ ആരും അറിയത്തുമില്ലടാ. വാപ്പ അങ്ങ് സമ്മതിക്കുകയും ചെയ്തോളൂ. വാപ്പായെ കൊണ്ട് ഇപ്പൊ ചിലപ്പോൾ ഉമ്മായെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് നീ അങ്ങനെ പോകുന്നത് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. ആരും അറിയത്തുമില്ലെന്നേ. അത് ശ്രീജിത്ത് അല്ലാന്നും ശ്രീജിത്തിന്റെ ഭാഷ ഇങ്ങനെയല്ലെന്നും നമുക്കറിയാം. ഹന്ന ഒന്ന് പോ കോപ്പേ, നിന്റെ തന്തയെ പോയി വിളിക്കടി കേട്ടാ. നിന്റെ തന്തയാണ് കോപ്പൻ, അതുകൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അബു ചവറയോ? ചവറിന്റെ വാപ്പയോ? പോടാവേ. മിൻഹാജ്, നിനക്ക് വാപ്പ ഉണ്ടോന്ന്? നബിയുടെ വാപ്പ ആദ്യം കണ്ടുപിടിക്കടാ. അനസ് വഫ, നിന്നെ പോലത്തെ നിരീക്ഷണവാദികളെ തെറിയല്ലാതെ എന്ത് വിളിക്കും? വിളിക്കടാ തെറി. നിന്റെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നിന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടാൽ അറിയാം നീ ഒരു വിവരദോഷിയാണെന്ന്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമൊന്നും ഇല്ലടാവേ, വിവരവും കൂടി വേണം. അതെ, മദ്രസ ബുദ്ധിയാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നിന്റെയൊക്കെ വായിൽ തെറിയേ വരും. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങൾ തെറി വിളിച്ചോ, പ്രശ്നമൊന്നുമില്ല. ഇതിനെല്ലാമുള്ള ശിക്ഷ നിനക്ക് പുറകെ വരുന്നുണ്ട്. പുറകിലല്ലേ വരുള്ളൂ, മുമ്പിൽ വരില്ലല്ലോ. മതി, സാവകാശം വന്നോട്ടെന്നേ. ഞാനങ്ങ് വാങ്ങിച്ചോളാം, പ്രശ്നമില്ല. അജാസ് എന്താടാ ഉമ്മ വെടിവെക്കാൻ പോയ ആളാണെന്നാ? അജാസിന്റെ ഉമ്മ വാപ്പ വന്നപ്പോ ഉമ്മ വെടിവെക്കാൻ പോയി, വാപ്പ അതുകൊണ്ട് ഉമ്മയെ അടി കൊടുത്തെന്നോ? ശരി. അപ്പോ ഉള്ള കാര്യം പറയുമ്പോൾ തുള്ളൽ തുടങ്ങുന്നത് കണ്ടോ? ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ എന്ത് ചെയ്താലും നേരിട്ട് വ്യഭിചരിക്കുന്നത് കണ്ടാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കല് ഹഫ്സ ഉമറിന്റെ മകളാ, പ്രവാചകന്റെ ഭാര്യയാണ്. നബി പറഞ്ഞു, അതെ നിന്നെ വാപ്പ വിളിക്കുന്നുണ്ട് ഹഫ്സ, ഒന്ന് പോയിട്ടോ അങ്ങോട്ട്. വാപ്പ വിളിച്ചോ? വാപ്പ വിളിച്ചു. ഹഫ്സ ഓടിച്ചാടിക്കൂട്ടി വാപ്പ അടുത്ത് ഉമറിന്റെ അടുത്ത്. അപ്പൊ എന്തിനാ അപ്പ എന്നെ വിളിച്ചത്? മോളെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ മോളെ. അപ്പൊ ഹഫ്സയുടെ ഭർത്താവാണല്ലോ, കൂടെ കിടക്കുന്നവർക്കെല്ലാം രാപ്പനി അതി. ഹഫ്സ ഓടി വന്നു തിരിച്ച്. അല്ല വാപ്പ എന്റെ മേൽ അത്രയും സമയം കൊണ്ട് ഹഫ്സ തിരിച്ചു വരുന്നതിന് മുമ്പ് കാര്യം സാധിക്കാന്ന് പറഞ്ഞ് ഹഫ്സയുടെ ബെഡിൽ പിടിച്ചു മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമ പെണ്ണിനെ പിടിച്ചു കിടത്തി ഇവരെ ഡിങ്കോഡൽഫി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഹഫ്സ വരുന്നത്. ഹഫ്സയ്ക്കൊന്നും പറയാൻ പറ്റില്ല, മതനിയമം അങ്ങനെയല്ലേ. പുരുഷൻ അങ്ങനെ ആകാമല്ലോ, പുരുഷൻ എന്തും ആകാമല്ലോ. അങ്ങനെ ഒടുവില് ഇവിടെ മുഹമ്മദ് നബി കാല് പിടിച്ച് ഹഫ്സയോട് മാപ്പ് പറഞ്ഞ് താണ് കേണ അപേക്ഷിച്ച് നീ ആരോടും പറയല്ലേ. ഇതേ മാർഗമുള്ളൂ. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കാല് പിടിക്കുക.
ഇനി മുസ്ലിം സ്ത്രീക്ക് ഒരു ക്രിസ്ത്യൻ പയ്യനെയോ ഒരു ഹിന്ദു പയ്യനെയോ വിവാഹം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. മുസ്ലിം പുരുഷന് പറ്റും. കാരണം എന്താ? ഈ പുരുഷൻ അമുസ്ലിം കുടുംബ